ഡിവൈഎസ്പി മധു ബാബുവിനെതിരായ പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. സിനിമാ നിർമ്മാതാവ് ഷീല കുര്യന്റെ കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിശദീകരണം തേടിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, ഈ സമീപകാലത്താണ് ഇവരും ഇങ്ങനൊരു പരാതിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്താണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്? നൗഷാദ് എന്ന ആൾക്ക് 15 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു. ഇത് തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഷീല കുര്യൻ മധു ബാബുവിനെ സമീപിക്കുന്നത്. ഈ സമയത്ത് മധു ബാബു അപമാനിക്കുകയും സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ റേഞ്ച് ഐജിക്ക് ഉൾപ്പെടെ കോടതി നിർദ്ദേശം നൽകി. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും ഈ ഉത്തരവിൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണ് കോടതിയലക്ഷ്യ ഹർജിയുമായി ഷീല കുര്യൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. അതായത് കോടതി ഉത്തരവിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 30-നകം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നേരത്തെ ഡിവൈഎസ്പി ആയ മധുബാബുവിനെ SP ആയി സ്ഥാനക്കയറ്റം നൽകുന്നതിനെതിരെ ഷീല കുര്യൻ രംഗത്ത് വന്നിരുന്നു. കാരണം താൻ ഉന്നയിച്ച പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാതെ മധുബാബുവിന് എങ്ങനെ സ്ഥാനക്കയറ്റം നൽകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഇപ്പോൾ ഇതൊരു കോടതി അലക്ഷ്യ ഹർജിയായിട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. കാരണം ഇതുവരെയായിട്ടും ഈ നടപടി സ്വീകരിക്കണമെന്നുള്ള കോടതി ഉത്തരവിന്മേൽ ഷീല കുര്യന്റെ മൊഴിയെടുക്കാനോ തുടർ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു കോടതി അലക്ഷ്യ ഹർജി നൽകിയത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.